റൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല, ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല. തൂമഞ്ഞിൻ തൂവലേ, പൂത്തഴുകും കാറ്റലേ, ചെങ്കിൽ ചേർത്തു. അസ്സലാമലൈക്കും. എന്നോട് കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സവാള ആണെങ്കിലും എത്ര അധികം സവാള എടുത്ത് തൊലി കളഞ്ഞാൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാത്ത ഒരു ചുരുക്കമാണ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ എങ്ങനെയാണ് സവാള തൊലി കളയണേ നോക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ ചെത്തിയിട്ടാണ് ഇതിൻ്റെ മൂക്കും ഇവിടെയും ചെത്തിയിട്ടാണ് അല്ലേ നമ്മൾ സവാള തൊലി കളയാറ്. അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടു ഒരു ചേട്ടന് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ ചേട്ടൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സവാളയുടെ തൊലി ഉണ്ടല്ലോ, തൊലി കളയുന്നത് ഈ ബ്ലാക്ക് നല്ല പോലെ വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കണ്ട, ബ്ലാക്കോടെ തന്നെ വയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇത് ഉണ്ടല്ലോ, ഇത് ചെത്താതെ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ആണ് അരിഞ്ഞെടുക്കണം. ഞാൻ ഇത് നല്ല പോലെ അരിക്കുന്നുണ്ട്. ഞാനിതൊന്ന് നല്ല പോലെ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കണവരുണ്ടാവും, നീളത്തിൽ അരിയണതുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിയാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് നീളത്തിൽ അരിയുന്നവർ അതനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് അരിയാനാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ആ ചേട്ടൻ പറയണ പോലെ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് ഒന്നും വെള്ളം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ പോർഷൻ നമുക്ക് വേസ്റ്റായിട്ട് കിട്ടും, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ കയ്യും മുറിയൂല. അതുപോലെ തന്നെ അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇത് ചെത്തിക്കളഞ്ഞിട്ടാണ് നമ്മൾ അരിയാറ്. അപ്പോൾ ഇത് ചെത്തിക്കളയാതെ അരിയുമ്പോൾ അത്ര നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുത്താതെ വെക്കുന്ന സാധനം ഇതാണെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ അരിയുന്നുണ്ട്, കണ്ണിൽ നിന്നൊന്നും വെള്ളം വരുന്നില്ല കേട്ടോ. പിന്നുള്ളൊരു മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. അങ്ങനെ നോക്കിയാലും ഒരുവിധമൊക്കെ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ നമുക്ക് നോക്കാം, അരിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് വേസ്റ്റായിട്ട് കിട്ടി. ഇതായിട്ട് പ്രത്യേകം ആദ്യം തന്നെ ഇത് കളയണ്ട, അത് കളയാതെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സവാളൊക്കെ കുറേ ദിവസമൊക്കെ മേടിച്ച് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെത്തേഡാണ് ഇത്. ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇതുണ്ടല്ലോ ഞാര്, ഞാരൊക്കെ കളയാതെ തന്നെ വെറുതെ ഒന്ന് അരിപ്പയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചൂട് പൊളിക്കാം. വല്ലാണ്ട് കത്തിച്ച് കളയല്ല, അങ്ങനെ ഒന്ന് ചൂട് പൊളിച്ച് വെക്കാം. അപ്പോൾ ഇത് കുറേ ദിവസമൊക്കെ ഇങ്ങനെ കേടാവാതെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി, ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ സവാള കത്തിച്ച് കറിയിക്കല്ല, ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനിയൊരു ടിപ്സ് എന്ന് പറയുന്നത് തക്കാളി. അപ്പോൾ തക്കാളി നമുക്ക് ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടാവില്ലേ, ചീഞ്ഞ തക്കാളി എങ്ങനെയായാലും എങ്ങനെ മേടിച്ചാലും നമുക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ ചെയ്യൂല. നമ്മൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചീഞ്ഞ തക്കാളിന് കളയണ്ട. നമുക്ക് ഈ കോപ്പറൊക്കെ ഉണ്ടല്ലോ, കോപ്പറൊക്കെ ഉള്ള കളറില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പാത്രത്തിലുണ്ടല്ലോ ഇത്തിരി ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം. കുറച്ച് സമയം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ പഴയ കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം തേച്ച് പിടിപ്പിക്കണം കേട്ടോ, അല്ലാതെ ഒറ്റ ഇതിൽ എടുത്ത് വയ്ക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ പോയിട്ട് അപ്പോൾ ഞാൻ ചീഞ്ഞ തക്കാളിൻ്റെ നമ്മൾ അങ്ങനെ വലിച്ചെറിയണ്ട. ഇങ്ങനെ നമ്മളെ കോപ്പറുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച്
കഴിഞ്ഞാൽ പോയ കളറൊക്കെ തിരിച്ച് വരും കേട്ടോ. അതിനൊന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലൊരു യൂസായിട്ട് തോന്നിയ നല്ലൊരു ടിപ്സ് തന്നെയാണ്. ഇതുപോലുള്ള ടിപ്സുകളും ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ കഴുകാത്ത പാത്രമാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അകത്തും പുറത്തും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കഴുകരുത്, കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ പാത്രം കഴുകുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് തേച്ച് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ മൂർച്ച പോയ കത്തി, അതുപോലെ തന്നെ വെട്ടുകത്തിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഇത്തിരി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത്തിരി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ നേരത്തെ തേച്ച തക്കാളി തന്നെയാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് സമയം വെച്ച് പിടിപ്പിക്കാം, തേച്ച് കൊടുക്കാം. നല്ല മൂർച്ച കിട്ടും കേട്ടോ. ഇങ്ങനെ ഇതാക്കിയാൽ ഈ തുരുമ്പൊക്കെ ഉണ്ടല്ലോ, തുരുമ്പൊക്കെ അങ്ങനെ പോകും കേട്ടോ. കുറച്ച് സമയം വെക്കണം, ഒറ്റയടിക്കൊന്നും ഇത് തേച്ച് കഴിക്കൊന്നും ഇതിങ്ങനെ പോകില്ല. എന്നിട്ട് ഇതിങ്ങനെ തേച്ച് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ണം തക്കാളിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പോയത് ഇതിന്മേന്ന് എടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇതാക്കിയിട്ട് തേക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പൊക്കെ ഉള്ള പഴയ ഉപയോഗിക്കാത്ത കത്തികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നല്ല പോലെ തുരുമ്പൊക്കെ പോയി ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് മാത്രം. ഇതും ഇതുപോലെ ഞാൻ വെച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 5 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ പിടിക്കുന്ന ആ ഒരു ടൈം വെച്ചാൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സമയം വെച്ചാൽ അതിനനുസരിച്ച് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 കോപ്പറുള്ള പാത്രത്തിലും ഇതുപോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാധാരണ നമ്മൾ സ്ക്രബ് വെച്ച് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് വെച്ച് വല്ലാണ്ട് ഉരച്ചിട്ടല്ല, വെറുതെ ഒന്ന് നമ്മൾ സാധാരണ പോലെ തേച്ച് കഴുകിയാൽ ഇത് നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാനിത് തേച്ച് കഴുകാം. ഉള്ളിലുള്ള കറകളാണെങ്കിലും ഒക്കെ പോയി കിട്ടും കേട്ടോ. നല്ല പോലെ ഒരു മാറ്റം തന്നെ കാണാൻ പറ്റും. ഒരുപാട് സമയം വയ്ക്കുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അത്ര സമയമൊന്നും വെക്കുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയൊക്കെയാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കണ്ട ഇതിൻ്റെ മാറ്റം. ഇപ്പം ഞാൻ വല്ലാണ്ടൊന്നും ഉരച്ചിട്ടില്ല, സാധാരണ പോലെയൊക്കെ ഒന്ന് ഉരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും. നല്ല യൂസാണ്. നമ്മൾ വീട്ടിൽ വലിച്ചെറിയുന്ന തക്കാളി മതി. നല്ല പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഇത് കഴുകുന്നത്, തേച്ച് കഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കറ ഒറ്റയടിക്ക് പോയിട്ടുണ്ട് കേട്ടോ പാത്രം. ഇത് മറ്റേ പിന്നെ കോപ്പറത്തിനും കൂടി സമയം വെക്കാൻ നല്ല ക്ലീൻ ആവും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കഴുകി കാണിച്ചു തരാം. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതൊരു പാത്രം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് ഞാൻ കഴുകി കാണിച്ചു തരാം, തേച്ച് കഴുകിയിട്ട്. ഇതിപ്പോൾ വലിയ പഴക്കമുള്ള പാത്രമല്ല കേട്ടോ. ഇതൊരു ഇത് പുതിയ പാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതുള്ളൂ. എന്നാലും കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് രണ്ടും കഴുകി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നോക്കിയേ പാത്രത്തിൻ്റെ അത് കണ്ട ഇവിടെയൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളാണ് കണ്ട ഞെട്ടിപ്പോയി നിങ്ങൾ. ഇവിടെയൊക്കെ ചായക്കറായിരുന്നു. ഞാൻ പാൽ ചായ വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിൽ 2 ദിവസം കൂടുമ്പോഴത്തേന് നല്ല ഒറ്റ ദിവസം തന്നെ വയ്ക്കുമ്പോൾ നല്ല കറ വരും. അപ്പോൾ കണ്ട ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുള്ളൂ, ഇത് പുതിയ പാത്രമാണ്. ഇത് കണ്ട ഇതും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടോ. നമ്മൾ വലിച്ചെറിയുന്ന തക്കാളി കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യട്ടോ. അപ്പോൾ ഞാനിനി വെട്ടുകത്തിയും ഇതുപോലെ തന്നെ തേച്ച് കഴുകുന്നുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ പോകാനായിട്ട്, ഇതിൻ്റെ തുരുമ്പൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഉപയോഗിക്കാത്ത കത്തികളും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു യൂസ് തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് വെച്ചൊന്ന് തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം.
അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലിങ്ങനെ ഉപയോഗിക്കുന്നത് കളറൊക്കെ പോയതും ഇങ്ങനെ തുരുമ്പ് പിടിച്ചതും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ട് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജാതിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി, നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. വെട്ടുകത്തിയും ഇപ്പോൾ നല്ല പോലെ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ വെട്ടുകത്തി നാളെ ഞാൻ അർപ്പിച്ചതാണ്. അപ്പോൾ മൂർച്ച അത്യാവശ്യം ഉണ്ട്. എന്നിരുന്നാലും മൂർച്ചയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ നമുക്ക് ഇതുപോലൊരു കല്ല് പുറത്തുനിന്ന് കല്ല് കിട്ടിയതാണ് എനിക്ക്. ഞാനൊരു ചെറിയൊരു കുഞ്ഞു കല്ലായ ഞാൻ എടുത്ത് വെച്ചതാണ്. ഈ കല്ലിലാണ് ഞാൻ നല്ല പോലെ കത്തിയാണെങ്കിലും ഇതൊക്കെ ഞാൻ മൂർച്ച വയ്ക്കാം കേട്ടോ. നമുക്കിതുപോലെ ഒന്ന് മൂർച്ച ഉപയോഗിക്കുമ്പോൾ നല്ല പോലെ മൂർച്ച വെപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. നമ്മളെ വെട്ടുകത്തികളൊക്കെ മൂർച്ച വയ്ക്കാനാണെങ്കിലും കത്തിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കൈമൊക്കെ എടുക്കുന്ന മോതിരം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളി മോതിരാണെങ്കിലും സ്വർണ്ണത്തിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളി കൊണ്ട് വെറുതെ ഒന്ന് കുറച്ച് സമയം തേച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കഴിക്കാൻ മതി കേട്ടോ. അപ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ വെള്ളിയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ബാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ പുളിയിലെ ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ വെള്ളി മോതിരം നല്ല ഇത് വരും കേട്ടോ. അതെ, അപ്പോൾ എന്തെല്ലാം ഉപയോഗങ്ങളാണല്ലേ. നമ്മളിപ്പോൾ ഒരു തക്കാളി ഇപ്പോൾ നമ്മൾ ചീഞ്ഞു, അപ്പോൾ അതങ്ങനെ ഉണ്ട് വലിച്ചത്. അപ്പോൾ ഇത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനിതും കൂടി എടുത്ത് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് അങ്ങോട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതേക്കട്ടെ, ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് അറിയില്ല, കളറ് കൂടിയിട്ടുണ്ട്. ചെയറൊക്കെ അതിൻ്റെ ഇടയിലത്തെ ചെയറും ഇതൊക്കെ പോയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ മോതിരം കണ്ടൂല, ഈ വെള്ളിയുടെ മോതിരം കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ലൈവായിട്ടുള്ള റിസൾട്ടാണ്. ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് സമയം വെക്കണമെങ്കിൽ ഇതിനായിട്ട് നല്ല ക്ലീൻ ആവും കേട്ടോ. ഞാൻ ഇവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കണേ. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം.